തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട്. വാർത്തകൾ വിശദമായി. വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അംഗത്തിനൊരുങ്ങുമ്പോൾ പഴയകാല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഓർമ്മകളുമായി സി അബൂബക്കർ ഹാജി. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിലും പ്രായം തികഞ്ഞില്ലെന്ന പരാതിയെ തുടർന്ന് അയോഗ്യനാക്കിയിരുന്നു. നന്നമ്പ്ര പഞ്ചായത്തിൽ 8ാം വാർഡ് കൊടിഞ്ഞിയിൽ നിന്നായിരുന്നു അബൂബക്കർ ഹാജി മത്സരിച്ചിരുന്നത്. വാർഡിലെ വോട്ടർ നൽകിയ പരാതിയിലാണ് അയോഗ്യനാക്കപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പോടെ മത്സരരംഗത്തു നിന്നും വിട്ടുനിന്ന അബൂബക്കർ ഹാജി മുസ്ലിം ലീഗിന്റെ താനൂർ, തിരൂരങ്ങാടി നിയോജക മണ്ഡലങ്ങളുടെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വതന്ത്ര കർഷക സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ 25 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്നു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. എത്ര വയസ്സിലാണ് മത്സരിച്ച്? എന്തായിരുന്നു അന്നത്തെ? അന്ന് ഞാൻ മത്സരിച്ചത് 1979 പഞ്ചായത്തിലേക്ക് മത്സരിച്ചത്. മത്സര സമയത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നത് 21 വയസ്സ് വോട്ട് ചെയ്യാനും 25 വയസ്സ് സ്ഥാനാർത്ഥികളുടെ വയസ്സായിരുന്നു അന്ന് നിശ്ചയിച്ചിരുന്നത്. അതുപ്രകാരമാണ് ഞാൻ മത്സരിച്ചത്. മത്സരിച്ചെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തിൽ വന്ന വ്യത്യാസത്തിനനുസരിച്ച് 24 വയസ്സും 11 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ ബാക്കിയുള്ള രേഖകളൊക്കെ 25 വയസ്സായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ നോമിനേഷൻ സ്വീകരിച്ചത്. അന്ന് നന്നമ്പ്ര പഞ്ചായത്തിലെ 9 വാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനന്ന് 8ാം വാർഡിലാണ് മത്സരിച്ചത്. കോട്ടത്തങ്ങാടി കേന്ദ്രീകരിച്ചിട്ടുള്ള 8ാം വാർഡിലാണ് മത്സരിച്ചത്. അന്ന് എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 179 വോട്ടിനാണ് ഞാൻ വിജയിച്ചത്. അതേ തുടർന്ന് പഞ്ചായത്തിൽ 3.5 വർഷം വരെ ഞാൻ വിജയിക്കുകയും അതിന് ശേഷം തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്ത് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടുത്തെ വോട്ടർ എന്ന നിലയ്ക്ക് സ്ക്വയർ തങ്ങൾ കേസ് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 3.5 വർഷത്തിന് ശേഷം മുനിസിപ്പാലിറ്റി കോടതി അയോഗ്യനാക്കി വിചാരിക്കുകയും അതേ തുടർന്ന് ഞാൻ ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയും അപ്പീൽ സ്റ്റേ അനുവദിച്ച് കണ്ടീഷൻ സ്റ്റേ മെമ്പറായി തുടരാം, ഓണറേറിയം പറ്റാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ സ്റ്റേയിൽ ആ ബോർഡ് തീരുന്നവരെ ഞാൻ മെമ്പറായി തുടർന്നു. UDF സംവിധാനം ഉണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗ് ഒറ്റക്കായിരുന്നു മത്സരിച്ചിരുന്നത്. എല്ലാവരും അപ്പുറത്തും മുസ്ലിം ലീഗ് ഒറ്റക്കുമായിരുന്നു മത്സരിച്ചു. അങ്ങനെ 9-6 സീറ്റും മുസ്ലിം ലീഗ് നേടി. പഞ്ചായത്ത് ഭരണം, പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗ് നേതൃത്വം ഏറ്റെടുത്തു. തുടർന്ന് ഇതുവരെ മുസ്ലിം ലീഗാണ് ഇവിടെ നന്നമ്പ്ര പഞ്ചായത്ത് പ്രസിഡൻ്റായി തുടർന്ന് വന്നിട്ടുള്ളത്. അതിന് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇപ്പം UDF സംവിധാനത്തിലാണ്. ഒരു റിട്ടേൺ കോടതി പോവുകയാണെങ്കിൽ തീർച്ചയായും അതേ സ്ഥിതി തുടർന്ന് പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങൾ മത്സരരംഗത്ത് ഞാൻ ഇതുവരെ പിന്നെ മത്സരരംഗത്ത് ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ താന്നൂർ നിയോജകമണ്ഡലം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു. തുടർന്ന് ഇവിടെ പഞ്ചായത്തിലും സെക്രട്ടറിയും, തുടർന്ന് താന്നൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയുമായി തുടർന്ന് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് എല്ലാം ഭരണരംഗത്തേക്ക് ഇല്ലാതെ ഒക്കെ പാർട്ടിയുടെ നേതൃനിരയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ വരെ ആയി തുടർന്നു പോകുന്നതാണ്. ഇപ്പോഴും രാഷ്ട്രീയത്തിലുണ്ട്. ഇപ്പോൾ പോസ്റ്റൽ സംഘടനയുടെ മലപ്പുറം ജില്ലാ സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടെ. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട്.